पार्ट 7 ईश्वर का अपना देश केरल। बताइए आंसर ഓർലി. यह पत्र किसने किसको लिखा? ഈ കത്ത് ആർക്ക് എഴുതിയതാണ്? यह पत्र രാജൻ ने अपने मित्र ബേലു के लिए लिखा है. ഈ കത്ത് എഴുതിയത് രാജൻ തൻ്റെ കൂട്ടുകാരനായ ബേലുവിന് വേണ്ടിയിട്ടാണ്. നക്ശെ മേ അഷ്ടമുടി झील कैसी दिखती है? മാപ്പ്. നക്ശെ എന്ന് പറഞ്ഞാൽ എന്താണ്? മാപ്പ്. മാപ്പിൽ അഷ്ടമുടി കായൽ എങ്ങനെയാണ് കാണപ്പെടുന്നത്? നക്ശെ മേ അഷ്ടമുടി झील ഓക്ടോപസ് കി തരഹ് ദിഖ്തി ഹെ. ഓക്ടോപസിനെ പോലെയാണ്, ഒരു നീരാളിയെ പോലെയാണ് നക്ശ. നക്ശ എന്ന് പറഞ്ഞാൽ മാപ്പാണ്. നക്ശ എന്ന് പറഞ്ഞാൽ മാപ്പാണ് കേട്ടോ. മാപ്പിൽ നമ്മൾ കാണുന്നത് എങ്ങനെയാണ്? അത് ഓക്ടോപസിനെ പോലെ 8 കൈകളുമായിട്ടാണ് നമ്മൾ ഇതിലേക്ക് കാണുന്നത്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ ഗ. തേക്കടി കഹാം ഹെ और कैसी जगह है? തേക്കടി പെരിയാർ വന്യജീവ് अभयारण्य के किनारे बसा 2-3 किलोमीटर लंबा एक छोटा सा हिल स्टेशन है. തേക്കടി പെരിയാർ വന്യജീവി അഭയാരണ്യ വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിന് കിനാരെ സൈഡിലായിട്ട് ബസാദോ സ്ഥിതി ചെയ്യുന്ന 2-3 കിലോമീറ്റർ ലംബ ഏക ചോട്ടാ സ ഹിൽ സ്റ്റേഷൻ ഹേ. ഒരു ചെറിയ ഹിൽ സ്റ്റേഷനാണ് കേട്ടോ. ഓക്കെ. തേക്കടി പരിവാർ വന്യജീവി അഭയാരണ്യ के किनारे बसा 2-3 किलोमीटर लंबा एक छोटा सा हिल स्टेशन है. 2-3 കിലോമീറ്റർ മാത്രം ചുറ്റളവുള്ള ഒരു കൊച്ചു ഹിൽ സ്റ്റേഷനാണ് എന്ത്? തേക്കടി. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ ഖ. രാജൻ കോ ഗോഡ്സൺ കൺട്രി കാ മത്ലബ് ക്യാ സമझ് മേ ആയ? രാജന് ഗോഡ്സൺ കൺട്രിയുടെ അർത്ഥം എന്താണ് മനസ്സിലായത്? രാജൻ കോ ഗോഡ്സൺ കൺട്രി കാ മത്ലബ് ഈശ്വർ കാ അപ്ന ഘർ കാ മത്ലബ് സമझ് മേ ആയ. അപ്പോൾ രാജന് എങ്ങനെയാണ് മനസ്സിലായത്? ഗോഡ്സൺ കൺട്രി എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സ്വന്തം വീട് എന്നാണ് രാജന് മനസ്സിലായത്. ഓക്കെ. പറഞ്ഞ് രാജൻ കോ ഗോഡ്സൺ കൺട്രി കാ മത്ലബ് ഈശ്വർ കാ അപ്ന ഘർ കാ മത്ലബ് സമझ് മേ ആയ. ദൈവത്തിൻ്റെ സ്വന്തം വീടെന്നാണ് രാജന് ഗോഡ്സൺ കൺട്രിയുടെ അർത്ഥം മനസ്സിലായത്. ദൈവത്തിൻ്റെ സ്വന്തം വീട്. ഓക്കെ. രാജൻ കോ ഗോഡ്സൺ കൺട്രി കാ മത്ലബ് ഈശ്വർ കാ അപ്ന ഘർ കെ സമാൻ സമझ് മേ ആയ. ഓക്കെ. താങ്ക് യു. श्रवण कौशल. क्वेश्चन नंबर का. पेरियार बाघ अभयारण्य किसके पास है? പെരിയാർ ബാഗ് അഭയാരണ്യ ടൈഗർ റിസർവ് എവിടെയാണ് സ്ഥിതി ചെയ്യുക? പെരിയാർ ബാഗ് അഭയാരണ്യ തേക്കടി സെ സട്ടേ ഹെ. തേക്കടിയുടെ തൊട്ടടുത്താണ് കേട്ടോ. പെരിയാർ ബാഗ് അഭയാരണ്യം എവിടെയാണ്? തേക്കടിയുടെ തൊട്ടടുത്താണ്. ഓക്കെ. രാജൻ ആദി നൗക വിഹാർ കഹാം കിയ. രാജനും മറ്റുള്ളവരുമൊക്കെ ആദ്യം ബോട്ട് റൈഡിങ്ങിൻ്റെ ആനന്ദം അനുഭവിച്ചത് എവിടെ നിന്നാണ്? രാജൻ ആദിനെ നൗക വിഹാർ തേക്കടി സെ സട്ടെ പെരിയാർ झील में किया. രാജനും മറ്റുള്ളവരും ബോട്ട് റൈഡിങ്ങിൻ്റെ ആനന്ദം അനുഭവിച്ചത് തേക്കടി സെ സട്ടെ പെരിയാർ झील में किया. തേക്കടിയോട് ചേർന്ന് കിടക്കുന്ന പെരിയാറിലെ തടാകത്തിലാണ് അവർ എന്ത് ചെയ്തത്? ബോട്ട് റൈഡിങ്ങിൻ്റെ ആനന്ദം അനുഭവിച്ചത്. ഓക്കെ. क्वेश्चन नंबर ग. राजन को वह झील सबसे सुंदर क्यों लगी? ആ झील, ആ തടാകം രാജന് ഏറ്റവും ഇഷ്ടപ്പെട്ടതായി അല്ലെങ്കിൽ വളരെ സുന്ദരമായി തോന്നാനുള്ള കാരണം എന്താണ്? രാജൻ കോ വഹ് झील सबसे सुंदर लगा क्योंकि झील के किनारे दूर दूर तक फैली लाल रंग की मिट्टी झील के पानी के साथ 3 रंगों का 3 കളറുള്ള ഒരു ക്യാൻവാസ് നിർമ്മിച്ചിരുന്നു. രാജൻ ഇത് കണ്ടപ്പോൾ രാജന് തോന്നി ലോകത്തിലെ ഒരു झील, ഒരു തടാകവും ഇതിനോളം സുന്ദരമല്ല എന്ന് രാജന് തോന്നി.
राजन को वह झील सबसे सुंदर लगा क्योंकि झील के किनारे दूर दूर तक फैली लाल रंग की मिट्टी झील വളരെ ദൂരം വരെ നീണ്ടു കിടക്കുന്ന റെഡ് കളറിലുള്ള മണ്ണ് വെള്ളവുമായി കൂടിച്ചേർന്ന് അതുപോലെ ഒരു ക്യാൻവാസ് ഉണ്ടാക്കുന്നത് കണ്ടപ്പോൾ ഒരു ക്യാൻവാസ് നിർമ്മിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ രാജന് തോന്നി ഈ झील ഇതിനോളം സുന്ദരമായ ഒരു झीലും ഈ ലോകത്തൊരിടത്തും ഇല്ല എന്ന് രാജന് തോന്നി. ഓക്കെ. क्वेश्चन नंबर घ झील के किनारे कौन कौन से जंगली जानवर देखे? ഈ തടാകത്തിൻ്റെ കരയിൽ ഏതൊക്കെ കാട്ടുമൃഗങ്ങളെയാണ് കണ്ടത്? झील के किनारे पर जंगली भैंसे എന്ന് പറഞ്ഞാൽ കാട്ടുപോത്തുകൾ, സുവാരം പന്നികൾ കാട്ടുപന്നികൾ और ബാർഗ സിംഹം കെ झुंड देखे കലമാനുകളുടെ കൂട്ടം കണ്ടു. എന്തൊക്കെയാ അപ്പോൾ സ്വാമി झील के किनारे കണ്ടത്? തടാകത്തിൻ്റെ കരയിൽ എന്തൊക്കെയാണ് കണ്ടത് എന്നോട് നോക്കിക്കേ. झील के किनारे पर जंगली भैंसे सवारों और बारह सिंह के झुंड देखे കലമാനുകളുടെ കൂട്ടത്തെയാണ് കണ്ടത്. ബാരകസിംഗ് എന്ന് പറഞ്ഞാൽ കലമാനുകളാണ് കേട്ടോ. കലമാനുകളുടെ കൂട്ടത്തെയും കണ്ടു. ഇതൊക്കെയാണ് സ്വാമി എവിടെ കണ്ടത്? തേക്കടി വനത്തിൽ കണ്ടത്. ഓക്കെ. झील के किनारे തടാകത്തിലൂടെ പോയെങ്കിൽ മാത്രമേ മൃഗങ്ങളെ കാണുവാനായിട്ട് കഴിയുള്ളൂ. തേക്കടിയിൽ പോകുമ്പോൾ തേക്കടിയിൽ നമ്മൾ ബോട്ട് എടുത്ത് ആ തടാകത്തിലൂടെ സഞ്ചരിച്ചാൽ മാത്രമേ വന്യമൃഗങ്ങളെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ആ മൃഗങ്ങൾ വെള്ളത്തിലേക്ക് തടാകത്തിൽ വെള്ളം കുടിക്കാനായിട്ട് വരുമ്പോൾ മാത്രമാണ് നമുക്ക് അവയെ കാണാനായിട്ട് പറ്റുക. അല്ലെങ്കിൽ അവയെല്ലാം വനത്തിൻ്റെ അന്തർഭാഗങ്ങളിലായിരിക്കും. ഓക്കെ. झील के किनारे कौन कौन से जंगली जानवर देखे? झील के किनारे पर जंगली भैंसे सुवार और बारह सिंह के झुंड देखे. प्रश्नों के उत्तर लिखिए. क्वेश्चन आंसर तरीका അത് ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 1 രാജൻ को തേക്കടി में क्या देखकर हैरानी हो रही थी? രാജന് തേക്കടിയിൽ എന്ത് കണ്ടിട്ടാണ് ഹൈറാനിയായത്, നെർവസ് ആകാനുള്ള കാരണം എന്താണ്? രാജൻ को തേക്കടി में चारों तरफ तरह तरह के मसालों और काफ़ी के पौधे के खेत देखकर हैरानी हो रहे थे. हैरानी हो रहे थे എന്ന് പറഞ്ഞാൽ അത്ഭുതപ്പെടുവാനുള്ള കാരണം എന്തെന്നും കൂടെ അർത്ഥമുണ്ട് കേട്ടോ. അവന് എന്തുകൊണ്ടാണ് അത്ഭുതം തോന്നാനുള്ള കാരണം? പലതരത്തിലുള്ള മസാലയും സ്പൈസസിൻ്റെ ചെടികളും കാഫി എന്ന് പറഞ്ഞാൽ കോഫി ചെടിയും കോഫിക്കെ പൗധ എന്ന് പറഞ്ഞാൽ കാപ്പി ചെടി അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് അവന് അത്ഭുതം തോന്നാനുള്ള കാരണം. അതാണ്. എന്തൊക്കെയാണ്? രാജൻകോ തെക്കടിമേ ചാറും തരഫ് 4 ദിക്കുകളിലും നിറഞ്ഞു നിൽക്കുന്ന പലതരത്തിലുള്ള മസാലോ സ്പൈസസ് അവർ കോഫി ചെടികളുമൊക്കെ കണ്ടപ്പോഴാണ് അവന് എന്ത് തോന്നിയത്? അത്ഭുതം തോന്നിയത്. രാജൻകോ തെക്കടിമേ ചാറും തരഫ് तरह तरह के मसालों और काफ़ी के पौधों को देखकर हैरानी हो रही थी. ओके, थैंक यू. नेक्स्ट क्वेश्चन खा राजन ने नौका बिहार का आनंद कहाँ लिया? രാജൻ നൗക ബിഹാർ എന്ന് പറഞ്ഞാൽ ബോട്ട് ജേർണിയുടെ ആനന്ദം എവിടെ നിന്നാണ് അനുഭവിച്ചത്? വഹ झील कैसी थी? ആ झील എങ്ങനെയുള്ളതായിരുന്നു? ആ തടാകം എങ്ങനെയുള്ളതായിരുന്നു? രാജനെ നൗക ബിഹാർ പെരിയാർ ബാഗ് അഭയാരണ്യ में स्थित सुंदर झील पर किया. രാജൻ നൗക ബിഹാർ പെരിയാർ ബാഗ് അഭയാരണ്യ അതായത് പെരിയാർ വന്യമൃഗ സംരക്ഷണ കേന്ദ്രത്തിൻ്റെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന സുന്ദരമായ ഒരു झील തടാകത്തിലാണ് ബോട്ടിങ്ങിൻ്റെ ആനന്ദം അനുഭവിച്ചത്. രാജൻ കോ ലഗാ കി യഹ് झील ദുനിയാ കെ സബ്സെ സുന്ദർ झील ഹെ. രാജന് തോന്നി രാജൻ ഇരുന്ന് ബോട്ട് സവാരി ചെയ്ത ആ झील ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും സുന്ദരമായ ഒരു झील ആണെന്ന് തടാകമാണെന്ന് ആർക്ക് തോന്നി? രാജന് തോന്നി. ഓക്കെ. राजन ने नौका बिहार पेरियार बाग अभयारण्य में स्थित सुंदर झील पर किया. राजन को लगा कि वह झील दुनिया के सबसे सुंदर झील है. രാജന് തോന്നി ലോകത്തിലെ ഏറ്റവും സുന്ദരമായ झीലാണ് രാജൻ യാത്ര ചെയ്ത ആ झील ആ തടാകമെന്ന് തോന്നി.
ओके, नेक्स्ट क्वेश्चन नंबर ग, एलिफेंट जंक्शन नामक കാഫി ബൈഗൺ രാജൻ ക്യാ ക്യാ കിയ. എലിഫന്റ് ജംഗ്ഷൻ എന്ന പേരുള്ള കാപ്പി തോട്ടത്തിൽ രാജൻ എന്തൊക്കെയാണ് ചെയ്തത്? എലിഫന്റ് ജംഗ്ഷൻ നാമक काफी बागान में राजन ने हाथी पर बैठकर बड़ा सा चक्कर लगाया और हाथियों को केला खिलाया. എലിഫന്റ് ജംഗ്ഷൻ എന്ന പേരുള്ള ആ കാപ്പി തോട്ടത്തിൽ രാജന് ആനയുടെ പുറത്തിരുന്നൊരു വലിയ വട്ടം കറങ്ങി, ഒരു ചക്കർ എന്ന് പറഞ്ഞാൽ വട്ടം കറങ്ങി. जंक्शन नामक काफ़ी बैगन में राजन ने हाथी पर बैठकर बड़ा सा चक्कर लगाया और हाथी को केला खिलाया. എന്നിട്ട് ആനയ്ക്ക് പഴം കൊടുത്തു, ആനയ്ക്ക് പഴം തിന്നാനായിട്ട് കൊടുത്തു. എലിഫന്റ് ജംഗ്ഷൻ നാമक काफ़ी बैगन में राजन ने एक बड़ा सा चक्कर लगाया और हाथी को केला खाने के लिए खिलाया. ആനയ്ക്ക് പഴം തിന്നാൻ വേണ്ടിയിട്ട് കൊടുത്തു. ഇനി ക്വസ്റ്റ്യൻ നമ്പർ ഘ, പെരിയാർ സെ കുമരകം ജാത്തെ സമയം ക്യാ ദേഖ. പെരിയാറിൽ നിന്ന് കുമരകത്തേക്കുള്ള യാത്രയിൽ രാജൻ എന്താണ് കണ്ടത്? പെരിയാർ സെ കുമരകം ജാത്തെ സമയം ക്യാ ദേഖ. പെരിയാർ സെ കുമരകം ജാത്തെ സമയം രാജൻ ഏക് ബാദ് ഏക് ഝരണ ദേഖ. ഒന്നിനു ശേഷം ഒന്നായിട്ട് ഇങ്ങനെ ഝരണകൾ, കൊച്ചു കൊച്ചു അരുവികൾ ഇങ്ങനെ ഒഴുകി പോകുന്നത് രാജൻ കണ്ടു. പെരിയാർ से कुमरകം जाते समय क्या देखा. പെരിയാർ से कुमरകം जाते समय രാജൻ ने एक बाद एक झरना देखा. ഒന്നിനു ശേഷം ഒന്നായി ഇങ്ങനെ ഝരണകൾ ഒഴുകി പോകുന്നതായിട്ട് കണ്ടു. कुमरകം कहाँ स्थित है और कैसा गाँव है? कुमरകം केरल के सबसे बड़ी झील वेम्बनाड के കിനാരെ ബസ ഏക്ക് ഗാവ് ഹെ. കുമരകം എന്ന് പറയുന്നത് വേമ്പനാട്ട് കായലിൻ്റെ തൊട്ട അരികിലായിട്ട് കിടക്കുന്ന ഒരു കൊച്ചു ഗ്രാമമാണ്. നഗരം അവർ ജീലോം സെ ആപ്പസ് മേ ജുഡി ഹുയി ഹെ. അവ കൊച്ചു അരുവികൾ കൊണ്ടും തടാകങ്ങൾ കൊണ്ടുമൊക്കെ ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന ഒരു കൊച്ചു ഗ്രാമമാണ് കുമരകം. कुमरകം केरल के सबसे बड़ी झील वेम्बനാട് के किनारे बसा एक गाँव है. വേമ്പനാട് കായലിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു കൊച്ചു ഗ്രാമമാണ്. നഗരം എന്ന് പറഞ്ഞാൽ അരുവികൾ കേട്ടോ. അവർ ജീലം എന്ന് പറഞ്ഞാൽ കൊച്ചു ഝരണ എന്ന് പറഞ്ഞാൽ തടാകം, ജീൽ എന്ന് പറഞ്ഞാൽ തടാകങ്ങൾ. അരുവിയും തടാകങ്ങളും ഒക്കെ നിറഞ്ഞ ഒരു കൊച്ചു നല്ല സുന്ദരമായ പ്രദേശമാണ് കുമരകം. कुमरകം केरल के सबसे बड़ी झील वेम्बനാട് के किनारे बसा एक गाँव है. वह नगरों और झीलों के ആപ്പസമേ ജുഡേ ഹുയേ ഹെ. പരസ്പരം ബന്ധിക്കപ്പെട്ട് ഇരിക്കുന്നവ. ഓക്കെ, കുമരകം വേമ്പനാട് के किनारे स्थित एक छोटा सा गाँव है. वह नगरों और जिलों से आपस में जुड़े हुए हैं. ओके, थैंक यू. पेज नंबर 51, भाषा कौशल. शब्दों का वर्ण विच्छेद कीजिए. क्वेश्चन नंबर 1 का നെക്സ്റ്റ് ന അധികം ആ, ക അധികം ശ അധികം എ, നെക്സ്റ്റ്. ക്വസ്റ്റ്യൻ നമ്പർ ഖ, കോഫി, ക അധികം ഓ, അത് ഓ അങ്ങനെ വന്നാൽ ഓയുടെയും ആയുടെയും നടുക്കായിട്ടുള്ളൊരു ഉച്ചാരണമാണ് അത് വരിക കേട്ടോ. ഫ അധികം ഇ, കോഫി, കോഫി എന്ന് ഡയറക്റ്റ് പറയത്തില്ല കോഫി, കാരണം ഇംഗ്ലീഷ് വേർഡാണ് അത് കേട്ടോ. അതുകൊണ്ട് അത് ഓയുടെയും ആയ്ക്കും നടുക്കായിട്ടൊരു ഉച്ചാരണമാണ് അതിന് വരിക കേട്ടോ. ഓക്കെ, ഇനി ചക്കർ, ച അധികം ആ ച, ക അധികം ക ഇക്ക, ര അധികം ആ ര. ഓക്കെ, ചക്കർ. ച അധികം ആ, ക അധികം ക ഇക്ക, ര അധികം ആ ര, ചക്കർ. ഓക്കെ, ജംഗ്ലി, ജ അധികം അം, ഗ അധികം അ, ല അധികം ഇ, ജംഗ്ലി. ഇനി ആനന്ദ്, ആ അധികം ന അധികം അം, ദ അധികം അ, ആനന്ദ്. ओके, नेक्स्ट शब्दों को शुद्ध करके लिखिए. കറക്റ്റ് ദ സ്പെല്ലിംഗ് തെറ്റിച്ച് തന്നിരിക്കും, നമ്മളത് കറക്റ്റാക്കി എഴുതണം. പരാജീൻ പ്രാചീനാകും. വർഷ വൃക്ഷ, സ്റ്റേഷൻ, യാത്ര, മട്ടി മിട്ടി, പൗധ, വ്യവസ്ഥ. ഓക്കെ, ഇത്ര അങ്ങനെ മാറ്റി എഴുതുക, സ്പെല്ലിംഗ് കറക്റ്റാക്കി
എഴുതുക. അത്രേ ഉള്ളൂ അത്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 3. ഏകവചൻ സെ ബഹുവചൻ ബനായിയെ. അതിനു മുമ്പ് ആശീർവാദിൻ്റെ കറക്ഷൻ മോളിൽ കിടപ്പുണ്ട് കേട്ടോ. ഇനി ഏകവചൻ സെ ബഹുവചൻ ബനായിയെ. ബഹൻ ബഹനെ, झील झीले, नहर नहरें, रात रातें, पौधा पौधे, पत्ता पत्ते, നക്സ്റ്റ നക്സ്റ്റെ. അത് എഴുതിയിട്ടില്ല കേട്ടോ. നക്സ്റ്റെ വരാൻ പോകുന്നതേ ഉള്ളൂ. ഓക്കെ. ബഹൻ ബഹനെ, झील झीले, नहर नहरें, रात रातें, पौधा पौधे, पत्ता पत्ते. ഓക്കെ. നക്സ്റ്റെ ഝരണ ഝരണെ. ഇനി സിംഗുലർ പ്ലൂറൽ ഹേയാണ് നമ്മളിവിടെ എഴുതേണ്ടത് കേട്ടോ. സിംഗുലർ കുത്തുള്ള ആ ഹേയ്ക്ക് പ്ലൂറലും അല്ലാത്ത കുത്തില്ലാത്ത ഹേ സിംഗുലറുമാണ്. ബഹുവചനത്തിന് മാത്രമേ ഹേ ഉപയോഗിക്കുള്ളൂ കേട്ടോ, കുത്തുള്ള ഹേ. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 1. ഹം കിലോൺ മേ മാമി കി ബഹൻ കെ ഘർ ടഹരെ ഹേ. അവിടെ ബഹുവചനമാണ് ഹേ. ഹം വന്നത് കാരണം കേട്ടോ, ഹം ബഹുവചനമാണ്. നെക്സ്റ്റ് ഏക പ്രാചീന സമുദ്രി ശഹർ ഹേ. അത് സിംഗുലറാണ് കേട്ടോ, കുത്തില്ലാത്ത ഹേ ആണ്. ഓക്കെ. യഹ ഒക്ടോബസ് കി തരഹ 8 ജഗഹ സെ മൂടി ഹുയി ദിഖ്തി ഹേ. അതും സിംഗുലറാണ് കേട്ടോ, അത് ഏകവചനമാണ്. സഖൻ ഘരെ വൃക്ഷ സെ ലതെ ദീപ് ഹേ. അത് ബഹുവചനമാണ് കേട്ടോ. ഇനി സുന്ദർ കേരൾ കോ സച്ച് മേ ഈശ്വർ കാ കഹലാന ഹി സഹി ഹേ. അത് സിംഗുലറാണ്. ഓക്കെ. നെക്സ്റ്റ് ഉചിതമായിട്ടുള്ള കാരക സൗണ്ട് ശബ്ദം ചേർത്ത് നിങ്ങൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. കൽ മാമാക്കെ സാത്ത് कार से ആണ് थेकड़ गए. कॉफी पौधे के खेत में मन को लुभा रहा है खेत रहा. हमने 2 घंटे नौका बिहार का अद्भुत आनंद लिया. हमने हाथी पर बैठकर एक बड़ा सा चक्कर लगाया. क्वेश्चन नंबर 1. वहाँ किनारे पर അവിടെ पर ആണ് വേണ്ടത് കേട്ടോ. हमने जंगली भैंसों सुवारों और बारह सिंहों के झुंड देखे. ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്, അത് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് അല്ലെങ്കിൽ ഞാൻ പറയണത് കേട്ട് എഴുതുക കേട്ടോ. ഓക്കെ, താങ്ക് യു. എല്ലാവരും നോട്ട്സ് കംപ്ലീറ്റ് ആക്കുക. ഓക്കെ.